ഹായ് എവരിവൺ, ഇറ്റ്സ് മി രാഹുൽ. വെൽക്കം ടു ചട്ടോക്സ്. സോ ഇന്നലെ നിഫ്റ്റി നല്ലൊരു വോൾട്ടൈലായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വലിയ ഗ്യാപ്പ് ഡൗണിൽ വീണു. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി താഴെ വന്നിട്ട് നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു അപ്പ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ മൂവ്മെൻറ്റ് കിട്ടിയില്ലായിരുന്നു താഴെ നിന്ന്. കാരണം ഒരു ചെറിയൊരു 5-10 പോയിൻറ്റ്സിലാണ് എനിക്ക് ആ ഒരു മൂവ്മെൻറ്റ് താഴെ നിന്ന് മിസ്സായത്. കാരണം ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിങ്ങും ബാക്കി ഉണ്ടായിരുന്നു. അതെടുക്കാതെ നിഫ്റ്റി മുകളിലോട്ട് പുഷ് ചെയ്ത് പോയി. സോ നോ പ്രോബ്ലം, മാർക്കറ്റിലെ നമ്മുടെ കയ്യിലല്ല മാർക്കറ്റ്. ആൻഡ് IIFL നല്ലൊരു ട്രേഡായിരുന്നു. ടെക് മഹേന്ദ്ര ലാസ്റ്റ് ദിവസം ഓഫ് സ്വിംഗ് ട്രേഡ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ആൻഡ് PB ഫിൻടെക് ഞാൻ ലാസ്റ്റ് വീക്ക് എങ്ങനെയാണോ ട്രേഡ് എടുക്കാൻ പറഞ്ഞിരുന്നത് അതേ ആ ഒരു സ്ട്രക്ചറിൽ വന്നിട്ട് നല്ലൊരു ബുൾ റാലി വോൾട്ട് തന്നിട്ടുണ്ട്. സോ നിഫ്റ്റിയിൽ 2 ദിവസം ട്രേഡ് ഇല്ലെങ്കിലും നമുക്ക് നല്ല നല്ല സ്റ്റോക്കിൽ ട്രേഡ് ഉണ്ടായിരുന്നു. സോ നാളെയും നിഫ്റ്റി ഒരു ഇൻഡിസിഷൻ സ്റ്റേജിലാണ് ഉള്ളത്. നമുക്ക് ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് ചാർട്ടിലോട്ട് പോയിട്ട് ചാർട്ട് റീഡ് ചെയ്യാം. ജസ്റ്റ് കം. ഹായ്, നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനെല്ലാം ചാർട്ടിലെ ഇന്നലത്തെ സെറ്റപ്സ് എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ചാർട്ടിനെ നോക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഫുൾ ക്ലീൻ ആയിട്ട്. ഞാൻ എപ്പോഴും എൻ്റെ ചാർട്ട് ഇങ്ങനെ വെക്കാറ്. ഓക്കെ, ഒരുപാട് ഇൻഡിക്കേറ്റർ നിറച്ച് വെക്കാറില്ല. ഫുള്ളി ഇങ്ങനെ ഒള്ളി RSI മാത്രം ഞാൻ താഴെ ചെക്ക് ചെയ്യും. ഓക്കെ, ബാക്കി ഫുൾ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഫുൾ ക്ലീൻ ആയിട്ട് ചാർട്ട് വെക്കാറ്. ഓക്കെ, ആൻഡ് ഇന്നലത്തെ നമ്മൾ നിഫ്റ്റിയിലായിരുന്നെങ്കിൽ നമുക്ക് എൻട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്ന എൻട്രി ഒന്ന് പൊളിബസാറായിരുന്നു. പൊളിബസാർ നമ്മൾ 2 ഡേയ്സ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലൈൻ ഞാൻ മുന്നേ കഴിഞ്ഞ ആഴ്ച വരച്ചിട്ടതാണ്. പൊളിബസാർ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. പൊളിബസാർ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ താഴോട്ട് വന്നിട്ട് PB ഫിൻടെക് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. സെക്കൻഡ് ടാർഗറ്റിൽ എൻ്റെ ഏകദേശം ആ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ടെക് മഹേന്ദ്ര എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, ടെക് മഹേന്ദ്ര ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവിടെയായിരുന്നു ഞാൻ പൊസിഷൻ ഉണ്ടായിരുന്നത്. ഞാൻ ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് എടുത്തായിരുന്നു. അത് ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് ആയിരുന്നു. ആ പ്രോഫിറ്റ് പോയി 2000 ലോസും വന്നു. ഓക്കെ, നോ ഇഷ്യൂ. IIFL ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എൻട്രി. മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോഴായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് തിരിയുമെന്ന്. ഈ ഒരു വിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവിടെ മാർക്കറ്റ് വന്നു മുകളിലോട്ട് പുഷ് വന്നിട്ടുണ്ട്. സോ നാളെ ഇതിൻ്റെ മുകളിൽ മുള്ളിശായിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ലോറ സ്ലാബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് രണ്ടെണ്ണമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് നേരെ നിഫ്റ്റിയിലോട്ട് പോകാം. എന്നിട്ട് നിഫ്റ്റിനെ നമുക്ക് പെട്ടെന്ന് നിഫ്റ്റിയിൽ നിന്ന് കീറി മുറിച്ചെടുക്കാം. ഓക്കെ, നിഫ്റ്റി വീക്കിലിയിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 ഡേയ്സ് ആയിട്ട് ഭയങ്കര വോൾട്ടൈലാണ് മാർക്കറ്റ്. ഒന്നാമത് ഡിസംബർ മന്ത് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ട്രേഡിങ്. കാരണം ലിക്വിഡിറ്റി കുറവായിരിക്കും മാർക്കറ്റിൽ. പിന്നെ FII ഒക്കെ വളരെ കുറഞ്ഞ ആക്ടിവിറ്റീസ് ആയിരിക്കും. പിന്നെ ഓവറോൾ നമ്മുടെ സെല്ലിംഗ് ആണ് നടക്കുന്നത് മാർക്കറ്റിൽ. അതാണ് മെയിൻ ഒരു ഇഷ്യൂ. ഓക്കെ, മാർക്കറ്റ് ഇപ്പം ഓൾ ടൈം ഹൈയിലോട്ട് നമ്മൾ പോകുമെന്ന് വിചാരിച്ചു. ആ ഒരു പ്രതീക്ഷയൊക്കെ ഇപ്പം കുറച്ച് മങ്ങി നിൽക്കുക എന്ന് ഞാൻ പറയുന്നില്ല. നിഫ്റ്റി 100% മുകളിലോട്ട് പുഷ് ചെയ്യും വരുന്ന ദിവസങ്ങളിൽ. നോക്കാം നമുക്ക്. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റിനെ വീക്കിലി ലോ എന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, വീക്കിലി ലോ നമ്മൾ പ്രീവിയസ് വീക്ക് ലോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് വീക്ക് ലോയുടെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആക്ച്വലി അതൊരു ഇമ്പോർട്ടൻറ്റ് സൈൻ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഈ പ്രീവിയസ് വീക്ക് ലോയുടെയൊക്കെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലോട്ട് മാർക്കറ്റ് വരുന്നത്, അത് മാർക്കറ്റ് നല്ലൊരു പുഷ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യാറുണ്ട്. ഓക്കെ, പ്രീവിയസ് വീക്ക് ലോ ഇതൊരു ഫേക്ക് ഔട്ട് വന്നിട്ട് നാളെ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് നിഫ്റ്റി ചിലപ്പോൾ മുകളിലോട്ട് തന്നെ നാളെ പുഷ് ചെയ്ത് പോകും. നമുക്ക് നോക്കാം. ഓക്കെ, പ്രീവിയസ് ലോ മുകളിലായതുകൊണ്ട് ഞാൻ അതിന് റെഡ് കളർ കൊടുത്തു. ഓക്കെ, ഡെയിലി ഞാൻ 1-2 കാര്യം കാണിച്ചു തരാം. പ്രീവിയസ് വീക്കിൻ്റെ ലോയുടെ താഴെ നിഫ്റ്റി നിൽക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫോർ നോ ഐ തിങ്ക്. ഓക്കെ, ബട്ട് ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ആ ലെവൽസിൻ്റെ താഴെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് താഴോട്ടുള്ള എൻട്രി നോക്കാം. ഓക്കെ, ഡെയിലി ഞാൻ ഇന്ന് നമുക്ക് താഴെ നിന്നുള്ള എൻട്രി മിസ്സാകാനുള്ള മെയിൻ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഈ നിഫ്റ്റി രാവിലെ വലിയ ഫാൾ വന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇതൊരു പുഷ് ബാക്ക് ചെയ്യും, ഒരു പുൾ ബാക്ക് ചെയ്യും. ഞാൻ സാധാരണ എൻട്രി താഴെ നിന്ന് തന്നെ എൻ്റെ മെമ്പേഴ്സിന് കൊടുക്കാറില്ല. ആ എൻട്രി എനിക്ക് മിസ്സായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 720 എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. 720 നിന്നൊരു പുഷ് ബാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് നിഫ്റ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലാനും അതായിരുന്നു 720 എത്തുമ്പം അവിടുന്ന് ഒരു ബുള്ളിഷ് ഡൈവർജൻസോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലോ കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് ഒരു എൻട്രി കൊടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു എത്ര പോയിൻ്റാണ് എൻട്രി മിസ്സായെന്നുണ്ടോ? ഏകദേശം ഈ ഒരു ഗ്യാപ്പ്
എടുക്കാതെ നിഫ്റ്റി പോയി. ഇതാണ് എനിക്കിന്ന് പറ്റിയത്. ആക്ച്വലി ഈ ഒരു ഗ്യാപ്പ് നിന്ന് നിഫ്റ്റി എടുത്തായിരുന്നെങ്കിൽ ആക്ച്വലി ഞാൻ ഇന്ന് ഈ എൻട്രിയിലോട്ട് പോയേനെ. ബട്ട് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിൻ്റെ കൺഫ്യൂഷനിൽ ഞാൻ കയറിയില്ല. ഓക്കെ, അതാണ് എനിക്കിന്ന് നിഫ്റ്റിയിൽ പറ്റിയത്. സോ നോർമലാണ്. മാർക്കറ്റിൽ നമുക്ക് എന്തായാലും പ്രൊഡിക്റ്റ് ചെയ്തിരിക്കാനും കഴിയില്ലല്ലോ. ആൻഡ് ഈ ഒരു മേജർ സപ്പോർട്ട് നിഫ്റ്റി ഏകദേശം ആ സപ്പോർട്ടിൽ വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഇമ്പോർട്ടൻസ് ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ആൻഡ് നമ്മുടെ ഇടയ്ക്ക് ഈ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിഫ്റ്റി വന്ന് ടച്ച് ചെയ്യുന്ന ഈ ഒരു ഹൈ 26,101. ഓക്കെ, ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഡെയിലി ലെവൽസ് എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾ ടൈം ഹൈ മുകളിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയത്തിലൊരു ലെവൽ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ലോ, പിന്നെ ഈ ക്യാൻഡിലിൻ്റെ ലോ, പിന്നെ ഇവിടെ നിഫ്റ്റിക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അത് നമുക്ക് പോയിട്ട് നോക്കാം. ഓക്കെ, ആൻഡ് ഡെയിലി നമ്മൾ സാധാരണ വരച്ച് വെക്കുന്ന ആ ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ച് വെക്കാം. ഈ ട്രെൻഡ് ലൈൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ നിങ്ങളുടെ ഇതിനകത്ത് എപ്പോഴും വരച്ച് വെച്ചോണ്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് മാർക്കറ്റ്. ബട്ട് ഐ തിങ്ക് നിഫ്റ്റി പുൾ ബാക്ക് ചെയ്ത് കയറും എന്ന് വിചാരിക്കുന്നു. കയറിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ റിവേഴ്സ് ആകുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെ വീണ്ടും നമ്മളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് താഴോട്ടാണ് ട്രേഡ് ചെയ്യാം. ഓക്കെ, കാരണം ഇങ്ങനെ ഒരു പാറ്റേൺ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനൊരു സാധനം കാണുന്നുണ്ട് ഇവിടെ. സോറി, ഇങ്ങനൊരു മൊമെൻറ്റും ഇങ്ങനൊരു മൊമെൻറ്റ് കാണുന്നുണ്ട്. സോ ഇത് ചിലപ്പം ബ്രേക്ക് ചെയ്ത് താഴോട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബയാസ് മാറ്റേണ്ടി വരും. സോ നമുക്ക് നോക്കാം അതെല്ലാം എന്താ ചെയ്യാൻ പോകുന്നത്. ആൻഡ് 1 അവറിലോട്ട് വന്നു കഴിഞ്ഞാൽ 1 അവറിൽ ഓക്കെ 1 അവറിൽ ഇന്നെന്താ സംഭവിച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് ഈ ഒരു വിക്ക് പോയിട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ താഴോട്ട് തന്നെ പുഷ് ബാക്ക് ചെയ്തു. ഓക്കെ, 1 അവറിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ 1 അവറിൽ നിഫ്റ്റി താഴോട്ട് വീണ് പോയിട്ടില്ല. ഓക്കെ, നമ്മുടെ മേജർ ലെവലിൻ്റെ മുകളിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ബട്ട് നാളെ നമുക്ക് എൻട്രി വരണമെങ്കിൽ നാളെ നമ്മൾ ഈ ഡേ ഹൈയിലെ മുകളിലൊരു എൻട്രി ഞാൻ എടുക്കുന്നില്ല. ഇനി നിഫ്റ്റി 26,000 മുകളിൽ വന്നാൽ മാത്രമേ ഞാൻ ഇനി ഒരു ബുള്ളിഷ് ട്രേഡിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, 26,000 മുകളിൽ വന്നാൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് ട്രേഡിലോട്ട് ഇനി പോകുന്നുള്ളൂ. അതുവരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, 2 days 3 days 4 days വാട്ട് എവർ. അല്ലാതെ ഞാനൊരു ബുള്ളിഷ് ട്രേഡിലോട്ട് എന്തായാലും പോകത്തില്ല. കാരണം നാളെ ഞാൻ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ഒരു ഫേക്ക് ഔട്ട്, ഇവിടെ നിന്ന് ഒരു ഫേക്ക് ഔട്ട് വന്നിട്ട് നിഫ്റ്റി ഇവിടെ നിന്ന് ഒരു പ്രൈസ് ആക്ഷൻ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈമിലോട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് താഴെ ഇനിയുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഫില്ലിന് വേണ്ടിയിട്ടുള്ള ട്രേഡിന് വേണ്ടി അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് കയറിയാലും ഈ ഒരു ഏരിയയിൽ ഞാൻ എന്തായാലും നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഈ 26,000 മുകളിൽ നിഫ്റ്റി നല്ലൊരു ക്ലോസ് തരാതെ, അതായത് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നിഫ്റ്റി ഒരു ക്ലോസ് തരാതെ ഞാൻ ഇനി ബുള്ളിഷ് ട്രേഡിലോട്ട് നിഫ്റ്റിയിലില്ല. അതാണ് എൻ്റെ വ്യൂ. ഓക്കെ, സോ നാളത്തെ നമ്മുടെ ലെവൽസ് ഇതൊക്കെയാണ്. 26,000 എബോവ് വന്നാലും നിഫ്റ്റി നമ്മൾ ഒരു ബൈ ട്രേഡിലോട്ട് പോകും. ഈ ഒരു ഏരിയയിൽ നിഫ്റ്റി ഒരു 100 points മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്താലും ഞാൻ നാളെ ട്രേഡ് ചെയ്തില്ല. കാരണം നിഫ്റ്റിക്ക് ഒരു വോൾട്ടാലിറ്റി ഭയങ്കര കൂടുതലാണ് മാർക്കറ്റിൽ. താഴോട്ട് എടുത്താലും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മുകളിലോട്ട് എടുത്താലും ഒരു റേഞ്ച് കിട്ടുന്നവരെ, അതായത് ഒരു സ്ട്രക്ചർ ആയിട്ട് നിഫ്റ്റി മൂവ് ചെയ്യുന്നവരെ നാളെ നമുക്ക് നോക്കാം. ഇനി അതല്ല നല്ല പ്രൈസ് ആക്ഷനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നാളെയും ഇന്നത്തെ ദിവസം പോലെ തന്നെ നിഫ്റ്റിയിൽ നോ ട്രേഡിംഗ് ഡേ ആയിരിക്കും. ഓക്കെ, ട്രേഡിംഗ് ഈസ് നോട്ട് ഫോർ ഓൾ ഡേയ്സ്. ഓക്കെ, ഇറ്റ്സ് ഫോർ എ ഗുഡ് ബൈ സെറ്റപ്പ് ഉള്ള ദിവസങ്ങളിൽ മാത്രം ആണ് എനിക്ക് ട്രേഡ് വരിക. ഓക്കെ, സോ ഒരുപാട് സ്മാർട്ടായ ആൾക്കാരൊക്കെ ഉണ്ടാവും ഡെയിലി നിഫ്റ്റിയുടെ അപ്പ് ഡൗൺ ഒക്കെ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യുന്നത്. ബട്ട് ഞാൻ അത്ര സ്മാർട്ടല്ല. എനിക്ക് ഒരു നല്ല രീതിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ വെറുതെ ലോസ് ഉണ്ടാക്കിയിട്ട് മാറിയിരിക്കത്തുള്ളൂ. ദാറ്റ്സ് വൈ. ഓക്കെ, സോ നമുക്ക് നാളെ 26,000 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ട്രേഡ് ചെയ്യാം. ഇങ്ങനെ ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നേരെ ഫാളോ ആയിട്ട് ഈ ലോയുടെ താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. സോ നാളത്തെ നമ്മുടെ ചാർട്ട് ട്രേഡിംഗ് ഇത്രയാണുള്ളത്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.